ഹായ് സുഹൃത്തുക്കളെ, എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ വെൽത്തി ആയിട്ടുള്ള ഡിഷ് പരിചയപ്പെട്ടാലേ. എന്താണെന്നല്ലേ, നല്ല ഒന്നാന്തര അവല് വിളയിച്ചത്. അവലൊക്കെ പണ്ട് നമ്മുടെ കാലങ്ങളിൽ അവലുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇന്നത്തെ തലമുറ ഒന്നും കണ്ടിട്ടുണ്ടായില്ല. നല്ല നെല്ല് പുഴുങ്ങി വെച്ചിട്ട് അത് കുത്തി അവലാക്കി വെച്ചിട്ട് അതുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള ഡിഷുകൾ ഉണ്ടാക്കുമായിരുന്നു. അവല് പഴവും ചേർത്ത് കഴിക്കുമായിരുന്നു, അവല് വിളയിച്ച് കഴിക്കുമായിരുന്നു, അവല് നനച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഡിഷുകളുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓർമ്മയിലുണ്ടായിരുന്ന അതൊക്കെയായിരുന്നു. രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത്, സ്കൂൾ കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ അവല് വിളയിച്ചതും നനച്ചതൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ സ്കൂളിൽ പുരാണ കഥകൾ പഠിപ്പിച്ച് അതിൽ കൃഷ്ണ ഭഗവാനെ കുചേലൻ കാണാൻ പോയതും കാഴ്ചയായി കൊണ്ടുപോയ അവല് കൃഷ്ണ ഭഗവാൻ ആർത്തിയോട് കഴിച്ചതും കുചേലൻ വന്ന കാര്യം മറന്നുപോയി. ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് നമ്മളൊക്കെ. അതേ അവല് വെച്ചിട്ട് നമ്മുടെ നൊസ്റ്റു ആയിട്ടുള്ള അവല് വിളയിച്ചത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള അവല് വിളയിച്ച് നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ തനതായ രുചി നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയാലോ. എങ്ങനെയാണെന്നല്ലേ, നല്ല മട്ട റൈസ് അവലെടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഒരു ഇച്ചിരി ശർക്കര ഉരുക്കി ഒഴിച്ച് നല്ല കാഷ്നട്ടും പീനട്ടും നെയ്യും ജീരകവും എള്ളും ഒക്കെ ഇട്ട് വെച്ചിരുന്ന വളരെ രുചികരമായ ഒരു സ്നാക്ക് പരിചയപ്പെട്ടാലോ. പായം ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാതിന് ശേഷം അതിലേക്ക് അവലിട്ട് നന്നായി റോസ്റ്റ് ചെയ്യുക. ഞാനിവിടെ 5 കിലോ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി റോസ്റ്റായി നല്ല ചിൽ സൗണ്ട് ആവുന്നിടം വരെ റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. പിന്നെ നമ്മൾ കിലോയ്ക്ക് 650 ഗ്രാം വീതം 3.25 കിലോ ശർക്കര എടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല തിക്ക് പാനിയാക്കി എടുക്കുക. ശർക്കര പാനി നന്നായി ഉരുകി വരണം. അതിനുശേഷം ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉരുളിയിലേക്ക് ഒഴിച്ച് അതിലേക്ക് കിലോയ്ക്ക് 2 തേങ്ങ വീതം 10 തേങ്ങ എടുത്ത് നന്നായി ചിരകി ഈ ശർക്കര പാനിയിലേക്ക് ഇട്ടിട്ട് ഒരു 2 to 4 മിനിറ്റ്സ് നന്നായി ഇളക്കുക. ശർക്കരയിലെ വെള്ളം വറ്റുവാനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് 75 ഗ്രാം ജീരകമെടുത്ത് നന്നായി ചതച്ച് ഈ പാനിയിലേക്ക് ഇടുക. അതോടൊപ്പം കിലോയ്ക്ക് 8 ഏലക്ക വീതം 40 ഏലക്ക ചതച്ച് ഈ പാനിയിലേക്ക് ഇടുക. ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവല് ഈ മിക്സർ ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക. ഏകദേശം 10-15 മിനിറ്റ് നേരത്തോളം ഇളക്കണം. മാക്സിമം ജലാംശം പോകുവാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം 150 ഗ്രാം നെയ്യ് എടുത്ത് അതിലേക്ക് 400 ഗ്രാം പീനട്ട്, 250 ഗ്രാം കാഷ്നട്ട്, 75 ഗ്രാം എള്ള് ഇത് നന്നായി റോസ്റ്റ് ചെയ്യുക. തുടർന്ന് ഇത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ജലാംശം പൂർണ്ണമായി വറ്റി എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഉരുളി തണുക്കുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അവല് നന്നായി തണുത്തതിന് ശേഷമേ ക്രിസ്പി ഫോമിലേക്ക് വരികയുള്ളൂ. തുടർന്ന് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. ശേഷം നമുക്കിത് പാക്കറ്റുകളിലേക്കോ ജാറുകളിലേക്കോ മാറ്റി ദീർഘകാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഏകദേശം 2 മാസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. ഇത്രയും രുചികരമായ അവല് വിളയിച്ചത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായി താഴെ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രസ്മിയുടെ മറ്റ് ഉൽപ്പന്നങ്ങളായ അവലൂസ് പൊടി, ഉണക്കയിറച്ചി, ഇടിയിറച്ചി, നല്ല നാടൻ അച്ചാറുകൾ, മസാലപ്പൊടികൾ ഇവയെല്ലാം നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണേലും നമുക്ക് എത്തിച്ചു തരുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.